രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച നടപടിക്കെതിരെയാണ് അപ്പീൽ. മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, ഈ അപ്പീലിലെ പ്രധാനപ്പെട്ട വിശദാംശം എന്താണ്? രണ്ടാമത്തെ കേസിൽ ആണ് ഇന്നലെ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളോടെ ജാമ്യ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സർക്കാർ നേരെ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നു. ഇന്നലെ തന്നെ അതിന്റെ നീക്കമുണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരോടും SIT-യോടും ഒക്കെ സംസാരിക്കുമ്പോൾ തീർച്ചയായും അത് പരിശോധിക്കും. അതിന്റെ സാധ്യത ഹൈക്കോടതിയിലെ പ്രോസിക്യൂഷൻ DG-യോട് ആശയവിനിമയം നടത്തുകയുമായിരുന്നു. ഇന്നിപ്പോൾ ഉച്ചയായി. ഈ സമയത്തിനകം തന്നെ സർക്കാർ അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം ലഭിക്കുകയും ആ ഹർജി അപ്പീൽ ഫയൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാദങ്ങൾ: ഒന്ന്, ഈ അന്വേഷണ സംഘം ഹാജരാക്കിയ മുഴുവൻ തെളിവുകൾ വിശദമായി പരിശോധിക്കാതെയാണ് സെഷൻസ് കോടതിയുടെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്.